ഗായ്സ്, ഇപ്പൊ ഞാൻ സിംഗപ്പൂരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഞാനിപ്പോ സിംഗപ്പൂരാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡും സിംഗപ്പൂർ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫുഡും കിട്ടും. പക്ഷെ തമിഴ് സ്റ്റൈലായിരിക്കും. കാരണം കൂടുതലും ഇന്ത്യൻ റെസ്റ്റോറന്റ് പറയുന്നതെല്ലാം തന്നെ തമിഴന്മാർ ഓൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ്. പക്ഷെ പാമ്പിനെ കഴിക്കുന്ന നാട്ടിൽ ചെന്നാൽ അതിനെ നടുകഷ്ണം കഴിക്കണമെന്നൊക്കെ പണ്ട് ആരോ പറഞ്ഞ പോലെ നമ്മൾ സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ അല്ലേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അങ്ങനെ ഇവിടുത്തെ മെയിൻ ഫുഡ് എല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റും കാലിയാകും. അതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. കാരണം കുറച്ചധികം നാൾ നമ്മൾ ഇവിടെ തന്നെ സർവൈവ് ചെയ്യാനുള്ളതാണ്. ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് പോയതാണ്. കുറച്ചധികം നാൾ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ കയ്യിലെ പൈസ അത്യാവശ്യം സേവ് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ മക്കളെ. ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും വെജ്ജീസ് അവരുടെ ഡിഷിൽ ആഡ് ചെയ്യും. ഓരോ ഐറ്റം എടുക്കുമ്പോഴും അതിൽ ഒരുപാട് വെജ്ജീസ് ഇവർ ആഡ് ചെയ്യും. കൂടാണ്ട് ഒരു പീസ് ഓഫ് ചിക്കനും അതുപോലെ മുട്ട എന്തെങ്കിലും ഒന്നുകൂടി അവർ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് ശരീരത്തിന് വിറ്റമിൻ കിട്ടണ്ടേ, പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നമ്മൾ മീറ്റ് എടുക്കുക തന്നെ വേണം. അങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിക്കും നമ്മുടെ പോക്കറ്റിനും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എന്റെ ഫ്രണ്ട് കണ്ടുപിടിച്ച ഒരു ലൊക്കേഷനാണ് ഞാൻ ഇന്ന് പോയിരിക്കുന്നത്. സംഭവം $3 നമുക്ക് ചോറും അതുപോലെ ചിക്കൻ പീസും പിന്നെ എന്തോ ഒരു സംഭവം കൂടെ ഒഴിച്ചു തരോട്ടെ. എന്താണെന്ന് എനിക്ക് പ്രത്യേകിച്ച് അറിയാൻ പാടില്ല. അത്യാവശ്യം മധുരമുള്ള ഒരു ചോറ് കഴിക്കുന്ന ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയാണെങ്കിലും ഒരു വെറൈറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് റെഗുലർ ആയിട്ട് ഇത് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ബിഗ് നോ പറയും. നമ്മൾ ഈ എരിവൊക്കെ കഴിക്കുന്ന ആൾക്കാർ പോയിട്ട് ഡെയിലി മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും ഇല്ലല്ലോ. അതുപോലെയാണ് കേട്ടാ. ഇനി അങ്ങോട്ട് കൂടുതൽ സിംഗപ്പൂർ വിശേഷങ്ങളൊക്കെ പറയാട്ടാ.